പാതിവില തട്ടിപ്പ് കേസിൽ സ്പിയാർസ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ വീട് സീൽ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗം കൂടിയായ ഷീബയുടെ കുമളിയിലെ വീടാണ് സീൽ ചെയ്തത്. നിലവിൽ വിദേശത്താണ് ഷീബ. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം. സന്ദീപ് രാജാക്കാട്, ഷീബ സുരേഷിന് ഈ തട്ടിപ്പുമായി ഏറെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോൾ അവരുടെ വീട് ED സീൽ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പാർവതി, ഇന്നലെ വൈകുന്നേരമാണ് EDയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ED സ്വമേധയാണ് ഈ ഷീബ സുരേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. NGO കോൺഫെഡറേഷന്റെ ബോർഡ് അംഗമായിട്ടുള്ള ഷീബ ഈ സ്പിയാഡിന്റെ ചെയർപേഴ്സൺ കൂടിയാണ്. പോളപ്പറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ അനന്തു കൃഷ്ണൻ അടക്കമുള്ളവരുമായിട്ടുള്ള എല്ലാ പരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് ഷീബ സുരേഷ്. കഴിഞ്ഞ നാളുകളിലായി തന്നെ ഈ അന്വേഷണം ED നടക്കുന്നതിനിടയിലാണ് ഷീബയ്ക്കെതിരെയും സ്വമേധയാ കേസെടുത്ത് അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോയത്. കൂടുതൽ പരിശോധനകൾക്കും വിവരശേഖരണങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു ED കഴിഞ്ഞ ദിവസം ഈ ഷീബ സുരേഷിന്റെ കുമളി 1-ാം മൈലിലുള്ള വീട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ വീട് പൂട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഷീബ സുരേഷും ഭർത്താവും അടക്കം ഈ വിദേശത്താണുള്ളത്. മകളോടൊപ്പം വിദേശത്താണ്, ദുബായിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സീൽ ചെയ്ത് ED മടങ്ങുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും വിശദമായിട്ടുള്ള EDയുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഷീബ സുരേഷിന്റെ വീട് കൂടി സീൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസ് മാത്രമാണ്, വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ മാത്രമാണ് ഈ ഷീബ സുരേഷിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും FIR ഇടുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് സ്വമേധയാ ED കൂടി കേസെടുത്ത് ഇപ്പോൾ ഈ വീട് സീൽ ചെയ്തിരിക്കുന്നത്. സുജയ, പാർവതി. ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.